ഗൈസ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഇവളും വരുന്നുണ്ട് കേട്ടോ. ഇവള് പറഞ്ഞുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നെ ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ എത്ര മണി 7:50 ആവാറായി. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. കുറച്ച് നടക്കാണ്ട്, ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് നടക്കാണ്ടാവും. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. പള്ളി ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഈ ഊട്ടിയിലൊക്കെ ഉള്ള പള്ളിയിലെ എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഊട്ടിയിലൊക്കെ അങ്ങനത്തെ കല്ല് വെച്ച പള്ളി അല്ല ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു പള്ളിയായിട്ട് ഫീൽ ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്തായാലും കാണിച്ചു തരാം. ഞാൻ എന്തായാലും പള്ളിക്കൂട്ടരാം. ഞങ്ങൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ ഞങ്ങൾ നേരെ നടക്കുവാണ്. കുറച്ച് നടക്കാനുണ്ട്. നമ്മളങ്ങനെ പള്ളി എത്തി. ഞാൻ പള്ളി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പള്ളി ഇതാണ്. നിങ്ങൾ പറ ഈ പള്ളി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം ഞാൻ എന്തായാലും പള്ളിക്കകത്ത് കയറി ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഞങ്ങളങ്ങനെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നു. അത് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുന്നില്ല. ഹോസ്റ്റലിലേക്ക് ചടയ്ക്കും. ഞങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്ന ചടയ്ക്കും. ഇന്നലെ ഫുൾ അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ വെറുതെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുക. കണ്ടോ, നമ്മൾ ബസ് കാത്ത് നിൽക്കുവാണ് കേട്ടോ. ഇവള് ആദ്യമായിട്ടാണ് പള്ളിയിൽ പോണത്. മീൻസ് അങ്ങനെയല്ല, ആദ്യമായിട്ടല്ല, എൻ്റെ ഒരു ആരാധന കൂടുന്ന ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഈ പ്രസംഗമൊക്കെ പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. പ്രസംഗം കേട്ടിട്ടാണോ ഈ പ്രസംഗം എന്തിനാ പറയുന്നത്? കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ 8:30 തുടങ്ങിയിട്ട് 10:30 ആയപ്പോഴാണ് തീർന്നു. അത്ര നേരം ഉണ്ടായിരുന്നു. ഇത്രയും ലാഗ് അടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഇതെന്തിനാ പറയുന്നതെന്ന് എനിക്കറിയണ്ടായിരുന്നു. പ്രയർ ഓക്കെ, പള്ളിയിലതാണല്ലോ മെയിൻ. ഈ പ്രസംഗം ഇച്ചിരി ചടച്ചു പോയി. കുഴപ്പമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ആവും. ചടച്ച് ഇവരുടെ ഭാഷ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈ. അപ്പൊ ഞങ്ങൾ ലുലു മാളിൽ പോയിട്ട് വരാം. ഭയങ്കര വെയിലാണ്, അതൊന്ന് കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഒരു അരമണിക്കൂറിൻ്റെ ശേഷം ഞങ്ങൾ ലുലു മാളിലേക്ക് പോകുന്ന ബസ് കണ്ടുപിടിച്ചു. ഗൈസ് കാണാമോ ലുലു മാളിലേക്ക്? ഗൈസ് അങ്ങനെ ഞങ്ങൾ ലുലു മാളിലെത്തി. കോമഡി ആട്ടോ, അവിടെ ഫുൾ കോമഡി. ഒരുത്തിരുന്ന് വിറയ്ക്കുന്നു. എസ്കലേറ്റർ കയറാൻ പറ്റാഞ്ഞിട്ടിരുന്ന് വിറയ്ക്കുന്നു ഒരുത്തി. എനിക്ക് പേടിയായി. ആക്ച്വലി എനിക്ക് നല്ല പേടി. ഇതിനകത്ത് ഞാൻ അങ്ങനെ കയറാറില്ല. കാണിച്ചു തരാം. ഉണ്ടോ ലുലു മാളിലെത്തി ഗൈസ്. ഫസ്റ്റ് ഫ്ലോറാണ് ഗൈസ്. ഞാൻ ബസ്സിൽ കയറിയ ടൈമിൽ എൻ്റെ കൈ ഡോറിൽ ഇടിച്ചിട്ട് തല ഇറങ്ങിപ്പോയി. കണ്ണിൽ ഇരുട്ടൊക്കെ കയറുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പം കൈ മടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വേദന ഗൈസ്. നമുക്കിവിടെ നിന്നൊന്നും മേടിക്കാനുള്ള യോഗമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി കാണുന്നു എല്ലാ സ്ഥലങ്ങളും. അതപ്പം അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി കാണുകയാണ് ഗൈസ്. ഇവള് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത്. കൊള്ളാമോ? എക്സ്കലേറ്ററിൽ കയറിയിട്ട് ഇച്ചിരി ഒന്ന് കുടുങ്ങിയിരിക്കുക. അതുകൊണ്ട് അവൾ ഇച്ചിരി ഒന്ന് ഇതായി. കുഴപ്പമില്ല, അവള് പഠിച്ച് ഒരു വട്ടം കയറി കേട്ടോ. ഒരു വട്ടം കയറിയില്ല, ഒരു വട്ടം കയറി. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ അതിൻ്റെ പേടി മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് സുഖമാണ് വീഡിയോ എടുക്കാൻ. ആരും നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഗൈസ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നതാണ്. എൻ്റെ ഈ കൈ മടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കൈ വെച്ചാണ് വ്ളോഗ് എടുക്കുന്നത്. കൈക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. ഗൈസ് ഒരുത്തിനെ ഞാൻ എക്സ്കലേറ്ററിൽ കയറാൻ പറഞ്ഞിട്ട് അവൾ കയറിയില്ല. അവളെന്നിട്ട് സ്റ്റെപ്പിൽ കൂടെ കയറി വരുന്നു. ഇങ്ങനെ ഇവളെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അവൾ പേടിച്ച് ഓടുക. ഞങ്ങളിപ്പം പാർക്കിൽ ഇവിടെ കുട്ടികൾ കളിക്കുന്നിടത്തൊക്കെ വന്നേക്കുവാണ്. ഇവിടെ ഇനി ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നമ്മളൊന്ന് അന്വേഷിച്ചു. അവിടെ ഞങ്ങൾക്ക് അത് ആ സാധനത്തിൽ കയറണമെന്നുണ്ടായിരുന്നു. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ക്യൂട്ട് സാധനങ്ങളുള്ള സ്ഥലം നോക്ക്. നമ്മുടെ ഇത് കണ്ട ഇത് കണ്ട ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ ഒക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ. ഇതിനൊക്കെ 150 രൂപയാണ്. ഉണ്ടോ
കണ്ടോ, സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ കൈ വയ്യാത്തതുകൊണ്ട് അടുത്ത കൈ വെച്ചാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നോക്കിക്കേ, ഇതിന് എത്ര റേറ്റ് എത്രയാണ്? അതും നമുക്ക് പറ്റിയതല്ല, 500 രൂപയുണ്ട്. അതും നമുക്ക് പറ്റിയ റേറ്റ്. കൊള്ളാം കേട്ടോ. ഐ ലൈക്ക് ഇറ്റ് ദിസ് പ്ലേസ്. നോക്കൂ ഗായ്സ്, നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. നമ്മളെല്ലാ കടയിലും തെണ്ടി തിരിഞ്ഞിട്ട് വേണം നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകാൻ. ഞങ്ങൾ വെറുതെ കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. കൈ പൊക്കാൻ പറ്റുന്നില്ല. അതിനാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ ഇടത്തെ കൈ മാത്രമേ പറ്റുന്നുള്ളൂ ഗൈസ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി, പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല. ആകെ ഒരു ബോഡി വാഷ് മാത്രം മേടിച്ചു. ഞങ്ങൾ പോയി ബില്ല് ചെയ്യട്ടെ കേട്ടോ. ഞങ്ങളൊരു മുന്തിരിങ്ങ ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. സംഭവം സെറ്റിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗ്രേപ്സ് ഒക്കെ അതിനുള്ളിലുള്ളതുകൊണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ മാളിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പം ഹോസ്റ്റലിലേക്ക് പോകാൻ പോവുകയാണ്. ഇപ്പം സമയം എത്രയായി? 1:15 ഗൈസ്. ഞങ്ങൾ അപ്പം എത്തുമെന്ന് അറിയത്തില്ല. അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ ഫുഡ് തീർന്നു പോകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. ഫുഡ് തീർന്നാൽ ഇന്ന് പറ്റും ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഞങ്ങളിപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു കടയുണ്ട്, അവിടെ വന്നേക്കുക. എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കണം. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നമുക്ക് വന്നത് കണ്ടത് നല്ല ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ കഴിച്ചു.